നമസ്കാരം. വിദ്യാർത്ഥികളെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളനെ പോലീസ് കർണാടകയിലെ കുടകിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. തൃശൂർ വെസ്റ്റ് പോലീസാണ് പിടികൂടിയിരിക്കുന്നത്. തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് മണവാളൻ എന്ന തൃശൂർ സ്വദേശിയായിട്ടുള്ള ഷഹീൻ ഷാ കഴിഞ്ഞ തൃശൂർ പൂരത്തിനിടെ 2024 ഏപ്രിൽ 19 തൃശൂർ കേരളവർമ്മ കോളേജിന് മുൻപിൽ ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു ബേക്കറി ജ്യൂസ് പാർലർ നടത്തുന്നുണ്ട്. അവിടെ വെച്ച് കോളേജ് ക്യാമ്പസിൽ കോളേജിലെ വിദ്യാർത്ഥികളുമായി ഇവർ തർക്കം ഉണ്ടാവുകയും പിന്നീട് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സംഘർഷത്തിൽ വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടിയ ഷഹീൻ ഷായുടെ സംഘം പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഈ കോളേജ് ദിവസം അന്ന് വൈകിട്ട് കോളേജ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങിയ 2 വിദ്യാർത്ഥികളെ വാഹനത്തിന് പിന്നാലെ എത്തി കാർ കൊണ്ട് ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കൊലപാതക ശ്രമത്തിൽ ഗുരുതരമായ 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. തൃശൂർ മണ്ണൂത്തി സ്വദേശിയായിട്ടുള്ള ഗൗതം കൃഷ്ണ എന്ന വിദ്യാർത്ഥിക്കാണ് മാരകമായി പരിക്കേറ്റത്. ഈ സംഭവത്തിന് പിന്നാലെ ഈ ഷഹീൻ ഷാ എന്ന മണവാളനും കൂട്ടാളികളും ഒളിവിൽ പോവുകയായിരുന്നു. 10ഓളം പേരടങ്ങുന്ന സംഘമാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ആക്രമിച്ചത്. ഇതിന് തൊട്ടടുത്ത ദിവസം ഈ കേസിൽ ഉൾപ്പെട്ട ചില പ്രതികളെ പോലീസ് പിടികൂടി. എന്നാൽ ഈ മണവാളൻ അടക്കമുള്ള ആളുകൾ ഒളിവിൽ പോവുകയും മാസങ്ങളായി ഒളിവിൽ തുടരുകയുമായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ മാസം പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് ഇന്നലെ തൃശൂർ സിറ്റി ഷാഡോ പോലീസ് കർണാടകത്തിലെ കുടകിൽ നിന്നും ഷഹീൻ ഷാ എന്ന മണവാളനെ അടക്കമുള്ള അവരെ അറസ്റ്റ് ചെയ്യുന്നത്. മറ്റു പ്രതികളെ നേരത്തെ തന്നെ കേസിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി കുടകിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വൈകിട്ട് രാത്രി 10:30 തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇപ്പോൾ അറസ്റ്റ് പൂർത്തീകരിച്ചു വൈദ്യപരിശോധന അടക്കം നടത്തി ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.